ഗുഡ് ഈവനിങ്. ഇന്നത്തെ Q&A സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ സംശയങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും സംശയങ്ങൾ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ഇതൊരു ലേണിംഗ് പ്രോസസ്സ് പോലെ നമുക്ക് ഇത് പരിഗണിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ സംശയങ്ങൾ മാത്രം നിങ്ങൾ കേട്ടു പോകാതെ എല്ലാ ആളുകളുടെയും സംശയങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത് നമുക്ക് കൂടുതൽ അറിവുകൾ നേടുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. റെഡ് ഇട്ടിട്ടുള്ളത് ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത്തരം ചോദ്യങ്ങൾ നമ്മൾ എടുക്കില്ല. ഇത് ഒരു യാതൊരു വിധ അഡ്വൈസോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക എന്ന് മാത്രമാണ് ഉള്ളൂ. അല്ലാതെ ഇത് ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസറി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ടെക്നിക്കലായിട്ടുള്ള സംശയങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറയുന്ന മറുപടി നിങ്ങളത് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവണ്ടേന്ന് നിർബന്ധമില്ല. നിങ്ങളും ഫർദറായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഗൂഗിളിൻ്റെ ഒക്കെ നമ്മൾ മുന്നിലുണ്ട്. എന്ത് ചോദ്യത്തിൻ്റെ ഉത്തരവും ഗൂഗിൾ നമുക്ക് തരും. അപ്പോൾ നിങ്ങളൊരു ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ യാതൊരു ഉദ്ദേശമില്ലാതെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളൊരു Q&A സെക്ഷൻ മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത്. ഇന്നത്തെ കാലമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ റെഡ് മാർക്ക് ഇട്ടിട്ടുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത്തരം ചോദ്യങ്ങൾ നമ്മൾ എടുക്കില്ല. ആദ്യത്തേത് രമേഷ് ചോദിച്ചിരിക്കുന്നത് ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നല്ലൊരു ട്രേഡർ ഇൻവെസ്റ്റർ ആവാനായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാം, ഒരു ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ തന്നെ നമ്മൾ ഒരു 10-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ട്രേഡറിൻ്റെ മാനസിക നിലയെ പറ്റിയിട്ടുള്ളത്. അതൊരു Q&A സെക്ഷനിൽ ഒരു ഒറ്റ ഉത്തരമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ സമയമുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ 10 വീഡിയോസ് ഉണ്ട്. അത് കണ്ട് അതിന് മൈൻഡ് സെറ്റ് ട്രേഡർ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എൽസിയുടെ ചോദ്യം നമ്മൾ എടുത്തിട്ടില്ല. അറ്റൻഡ് എടുത്തിട്ടില്ല. നോ. വിച്ച് ഷെയർ ക്യാൻ ഐ ബൈ നോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആളല്ല. ഏത് സ്റ്റോക്ക് ബൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൽസിയുടെ അടുത്ത് പറയാനുള്ളത്. അറ്റൻഡ് ചെയ്തിട്ടില്ല, റെഡ് മാർക്കാണ്. റോണി വർഗീസ്, ട്രെൻഡ് ലൈൻ ഐ ഡ്രോ മോസ്റ്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് റെസ്പെക്റ്റഡ് ബട്ട് ഡ്യൂറിങ് ദ മാർക്കറ്റ് അവേഴ്സ് I can't make a decision based on lines. I do something else. Is there other method to or procedure that I can strictly stick on the assumption? Thank you. അങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം താങ്കൾ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ ട്രെൻഡ് ലൈൻ വലിച്ചിട്ടുണ്ട്, അത് മോസ്റ്റ് ഓഫ് ടൈം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രെൻഡ് ലൈൻ വലിക്കുന്ന ഒരു കാര്യത്തിൽ സ്കിൽഡ് ആയിട്ടുണ്ട്. അത് തന്നെ തുടരുക. കാരണം അതിൽ ചില സമയത്ത് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ താങ്കൾ പറഞ്ഞിട്ട് എന്താ, മോസ്റ്റ് ഓഫ് ടൈം ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ താങ്കൾ അതിലൊരു സ്കില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഒരു പരിപാടി പിടിക്കല്ലേ, അത് തന്നെ തുടരുക. അപ്പോൾ നിങ്ങൾ അതിലൊരു മാസ്റ്റർ ആവും അല്ലേ? ബ്രൂസ്ലി പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, ഒരു കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളതിൽ മാസ്റ്റർ ആവുകയുള്ളൂ. ഓക്കെ, ഞാൻ ഈ പേരൊക്കെ വിളിക്കുന്നുണ്ട്. എന്നെക്കാളും പ്രായം കൂടുതൽ ആളുകളായിരിക്കാം, ചിലപ്പോൾ കുറവുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അത് നമുക്കത് ഞാൻ എല്ലാ ആളുകളെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പേര് വിളിക്കുന്നുള്ളൂ. അടുത്ത റിയാസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രേഡ് ഇന്ത്യൻ മാർക്കറ്റ് ഫ്രം യൂറോപ്പിൻ ബൈ യൂസിങ് സെറോദ. അക്കൗണ്ട് ഈസ് ഓൾറെഡി റെഡി ആൻഡ് യൂസിങ് ഇന്ത്യ. അതെ, പോസിബിളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ പുറത്താണെങ്കിൽ, NRI ആണെങ്കിൽ PSA അക്കൗണ്ട് വഴി ചെയ്യുന്നതാണ് ഉചിതം. അതാണ് നിയമം. അജേഷ്, കാസർഗോഡ്, IPO ഫാമിലി മെമ്പേഴ്സിൻ്റെ പാൻ നമ്പറിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഒരു UPIയിൽ നിന്ന് ID നിന്ന് മാത്രം ചെയ്താൽ കാരണം കൊണ്ട് UPI റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ തന്നെ UPIയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. ഫാമിലി മെമ്പർ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ UPIയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കാം ഉചിതം. റിജക്ഷൻ സാധ്യതകൾ മേ ബി ഏറെ ആയിരിക്കാം. താരിഖ് ചോദിക്കുന്നത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ മേജർ ഈവൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബൽ ഈവൻറ്റ് ആസ് വെൽ ഇമ്പാക്ട് ഇൻ ദ മാർക്കറ്റ്? എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റേറ്റ്, RBI Fed increase interest rate, what happen if it is decreased, what will be the impact? Similarly, how government policy impact sector and market? Similarly, impact on US election. ജനറലായിട്ട് പറയാം, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾക്ക് കൂടുതൽ ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പനികളുടെ
ലോണിന്മേൽ നിലവിലുള്ള ലോണിന്മേലുള്ള EMIs എല്ലാം തന്നെ കുറയും. അത് അവർക്ക് കൂടുതൽ ലോൺ എടുക്കാൻ പറ്റും. അത് കൂടുതൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തും. അതുകൊണ്ടാണ് US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ലോകം കാത്തിരിക്കുന്നത് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ലോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സായിട്ട് മാറും. അത് വലിയ അധിക ചിലവാകും. ലോൺ എടുക്കുന്നത് കുറയും. അത് ഡെവലപ്മെൻറ്റ്സ് കുറയ്ക്കും. അത് അപ്പോൾ മാർക്കറ്റിന് അത് ക്ഷീണമാണ്. ഒറ്റ കാര്യമാണ്, എസ്പെഷ്യലി യുഎസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അത് മാർക്കറ്റിന് ഗുണമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ അത് മാർക്കറ്റിന് ദോഷമാണ് എന്നുള്ളതാണ്. യുഎസിൻ്റെ ഇലക്ഷൻ, നമ്മൾ ഇന്ത്യൻ ഇലക്ഷൻ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ട്രംപൊക്കെ വരുന്നത് പറയാൻ നമ്മളൊന്നും ആളല്ല, എങ്കിൽ കൂടിയും ട്രംപ് ഒരു ബിസിനസ് ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ റൂളിംഗ് പാർട്ടി വരുന്നത് മാർക്കറ്റിന് ഗുണമാണ്. പക്ഷേ യുഎസിൽ ഈ തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ബൈഡൻ വരുന്നതിനേക്കാൾ ഉപരി ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഇപ്പോൾ ട്രംപ് വരുന്നത് ആകാം. അജ്മൽ, ഹൗ ക്യാൻ ഐ അവോയ്ഡ് പീക്ക് മാർജിൻ പെനാൽറ്റി വെൻ ഐ ഡു ഇൻട്രാഡേ ഇൻ ട്രേഡിംഗ്? ഓക്കെ, പീക്ക് മാർജിൻ പെനാൽറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഷോർട്ട് സെല്ലൊക്കെ ചെയ്തു, ആ സ്റ്റോക്ക് യൂസി പോയി, ആ ഒരു സമയത്ത് നമുക്ക് പെനാൽറ്റി സാധ്യതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡെറിവേറ്റീവിലാണെങ്കിൽ ഓപ്ഷൻ ചെയ്തു, അതിനുശേഷം നമ്മളുടെ കൊളാട്രൽ മാർജിൻ മൈനസ് പോയി. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു ഹെഡ്ജ്ഡ് സ്ട്രാറ്റജി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ ഹെഡ്ജ് ചെയ്യുന്ന ഒരു ബൈ ലെഗ് നമ്മൾ എന്ത് ചെയ്തു, സെല്ല് അത് എക്സിറ്റ് ചെയ്തു. ഒറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താ, ഹെഡ്ജ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡ്ജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെഗ് എക്സിറ്റ് ചെയ്തു. ആ ഒരു സാഹചര്യത്തിലും പീക്ക് മാർജിൻ പെനാൽറ്റി ഉണ്ടാവും. പ്രധാനമായിട്ടും LC പോകുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴേക്കാണ് പെനാൽറ്റി വരുന്നത്. അടുത്തത് സന്തോഷാണ്. ഇൻകം ടാക്സ് ഫയലിങ്ങിനെ കുറിച്ചാണ് ചോദ്യം. ഒരു സാമ്പത്തിക വർഷത്തിൽ ട്രേഡിങ്ങിലൂടെ ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് അതേ വർഷത്തിലുണ്ടാകുന്ന നഷ്ടം കുറച്ചതിന് ശേഷമുള്ളതാണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കേണ്ടത്? ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ലാഭം, 6 ലക്ഷം നഷ്ടം, 4 ലക്ഷം രൂപയാണോ ടാക്സ്? അതെയല്ലോ. അതായത് നമ്മുടെ ടാക്സ് PNL അല്ലെങ്കിൽ നമ്മുടെ PNL എന്ന് പറയുന്നത് എന്താ, ഉണ്ടാക്കിയ ലാഭം മൈനസ് നഷ്ടം. അതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ കാണുന്ന ഫിഗർ ഓൾറെഡി ലോസ് കുറച്ചിട്ടുള്ള ഫിഗർ അല്ലേ. അപ്പോൾ അതിൽ മേൽ ആണല്ലോ നമ്മൾ ടാക്സ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ടാക്സ് PNL ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിൽ കാണുന്നതാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പ്രമോദ്, ടുഡേ ബൈ ഓപ്ഷൻ ഡെലിവറി ഇറ്റ് ക്യാൻ സെൽ ടുമാറോ? അതെ, ഇന്ന് ഓക്കെ. ഓപ്ഷന് എന്താണ്, ഓപ്ഷൻ എല്ലാ ദിവസവും നമുക്ക് സെല്ല് ചെയ്യാമല്ലോ. എപ്പോഴും നമ്മുടെ പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. ഓപ്ഷനെ സംബന്ധിച്ച് T1 T2 ഒന്നും ഇല്ലല്ലോ, എപ്പോൾ വേണം സെല്ല് ചെയ്യാൻ, നോ പ്രോബ്ലം. അപ്പോൾ ഓപ്ഷനെ സംബന്ധിച്ച് അങ്ങനെയുള്ള നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ട്രേഡ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ആണ് ഓപ്ഷനിലൂടെ കിട്ടുന്നത്. അഖിൽ ദിനുരാജ്, KPI ഗ്രീൻ എനർജി അപ്രൂവ്ഡ് QIP ഫ്ലോർ പ്രൈസ് 983. ന്യൂസ് 1 day before, what is mean by floor price? By this price the institution will get stock. Okay, QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാതെ നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഫണ്ട് ഹൗസൊക്കെ ഈ സ്റ്റോക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നിലവിലുള്ള സ്റ്റോക്ക് പ്രൈസിൽ നിന്നും താഴെ ആയിരിക്കാം, അതല്ലെങ്കിൽ മുകളിലായിരിക്കാം. അപ്പോൾ അതിനെയാണ് ഈ ഒരു ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. ഫ്ലോർ പ്രൈസ് താഴെയാണെങ്കിൽ നിലവിൽ LTP ഇപ്പോൾ ഉദാഹരണത്തിന് 1000 ആണെങ്കിൽ ഫ്ലോർ പ്രൈസ് 983 ആണെങ്കിൽ 983 പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് 1100 ആണെങ്കിൽ 1100 പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നു. അതാണ് അവർ ബൾക്കായിട്ട് സ്റ്റോക്ക് വാങ്ങാണല്ലോ. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ അവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LTP അവർക്ക് കൊടുത്ത പ്രൈസിലേക്ക് താഴ്ന്നു വരും. OFS പോലെ ഓഫർ ഫോർ സെയിൽ എന്താ നടക്കുന്നത്, ഗവൺമെൻറ് അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യും. അപ്പോൾ അത് സെല്ല് ചെയ്യുന്നത് ഏത് പ്രൈസിലാണ്, മാർക്കറ്റ് പ്രൈസിലല്ലല്ലോ, താഴ്ന്ന പ്രൈസിൽ തന്നെ. അതുകൊണ്ടല്ലേ OFSൻ്റെ അന്ന് സ്റ്റോക്ക് ഇടിയുന്നത്. റൌഫ് മാവൂർ, CNC വാങ്ങിയ സ്റ്റോക്ക് ഡേ വിൽക്കാൻ കൂടുതൽ ചാർജ് ആകുമ്പോൾ T1 T2 CNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയിൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, അന്ന് തന്നെ വിൽക്കുന്നതിന് ചാർജ് കൂടുതലാവുമെന്ന് വെച്ചാൽ ഇൻട്രാഡേ ചാർജ് ആവും. അത് ഇൻട്രാഡേ ആയിട്ട് പരിഗണിക്കപ്പെടുമല്ലോ. T1 T2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് നമ്മുടെ ഡെലിവറിയിലേക്ക് സ്റ്റോക്ക് വരാനായിട്ട് 2 ദിവസം എടുക്കും. T1 നെക്സ്റ്റ് ഡേ, T2 അടുത്ത ദിവസം. ഇസ്മായിൽ, ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ ചാർട്ടാണോ അതല്ല സ്ട്രൈക്ക് പ്രൈസുകളുടെ ചാർട്ടാണോ നോക്കേണ്ടത് എന്നുള്ളതാണ്. അണ്ടർലൈങ് അസറ്റിൻ്റെ ചാർട്ടാണല്ലോ നോക്കേണ്ടത്. അതായത് ഇപ്പം നിഫ്റ്റി ഇപ്പോൾ കാണാം, നിഫ്റ്റി 24,541 അല്ലേ, 24,531 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. നിഫ്റ്റിയുടെ 50 പോയിന്റ് ഇൻ്റർവെല്ലിലും കോൺട്രാക്ട് ഉണ്ട്. എല്ലാ കോൺട്രാക്റ്റും മൂവ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള
മീൻസ് ആ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള നിഫ്റ്റി അല്ലേ. അതുപോലെ തന്നെയാണ് താങ്കൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ്. സ്റ്റോക്കിൻ്റെ പ്രീമിയം മൂവ് ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റ് അനുസരിച്ചാണല്ലോ. അപ്പോൾ നേരെ അണ്ടർലൈങ് അസറ്റ് നോക്കാം. വിവേക്, അപ്പോൾ അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് ഹാംഫുൾ അല്ല, ഉത്തരം പറയുന്നതിന് പ്രശ്നങ്ങളില്ല. സ്റ്റോക്ക് ബൈ ചെയ്യാമോ സെല്ല് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നതിന് അത് വലിയ പ്രശ്നങ്ങളാവും, മനസ്സിലാക്കുക. വിവേക്, ഐ ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ആൻഡ് ഓൾസോ ഇൻ FNO. നൗ ഐ ആം ഇൻ വർക്ക് ഇൻ UAE. So few months later my saving account will turn to NRI account. After that I can invest in equity. Status of my current portfolio. Okay, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലായിരുന്നു. അദ്ദേഹം അപ്പോൾ ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു സെറോദ ഉണ്ടായിരുന്നു, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഗൾഫിലേക്ക് പോയി കുറച്ച് വർഷം കഴിയുമ്പോൾ NRI സ്റ്റാറ്റസ് ആകും. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ PSC അക്കൗണ്ട് എടുക്കുന്നതാണ് നിയമപരമായിട്ട് PSC അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഉചിതം. സ്മിത, നിഫ്റ്റി എക്സ്പയറി ആൻഡ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എന്നാൽ എന്താണ് അത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ ഉത്തരം പറയാനായിട്ട് നമുക്ക് പറ്റില്ല. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ആണല്ലോ. ഇത് നിഫ്റ്റി, ഈ കാണുന്നത് നിഫ്റ്റി അല്ലേ, നിഫ്റ്റി 50 കമ്പനികളുടെ സൂചിക അല്ലേ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇതാണ് ബാങ്ക് നിഫ്റ്റി അല്ലേ, നമ്മുടെ NSEയിലുള്ള 12 കമ്പനികളുടെ സൂചിക. എക്സ്പയറി എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയേക്കാം, ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞേക്കാം, അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഓപ്ഷൻ കാലാഹരണപ്പെടുന്നത് ഒരു ബുധനാഴ്ചയാണ്. നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാലാഹരണപ്പെടുന്നത്, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കാലാഹരണപ്പെടുന്നത് വ്യാഴാഴ്ചയാണ്. അതിനെയാണ് നമ്മൾ എക്സ്പയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു 1 ലൈൻ ആൻസർ. ഇതൊരു വലിയൊരു കടലാണ് ഓപ്ഷൻ, അത് 1 ലൈൻ ആയിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് ആളുകൾ അതിനെ നമ്മൾ പൊതുവേ പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ടല്ലോ ഡെറിവേറ്റീവിനെ പറ്റി. നമ്മൾ ക്ലാസ്സുകളുണ്ട്, കൊച്ചിയിൽ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട് എന്ന് പറയുന്ന ക്ലാസ് ഇതാണ്, ഡെറിവേറ്റീവാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ 90% ആളുകൾ ഡെറിവേറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ അറിയാതെ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു സ്ഥലത്ത് പോയി പഠിച്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. അപ്പോൾ സ്മിതക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മേ ബി മനസ്സിലായി ഇൻ ദ സെൻസ് അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. 1 ലൈന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ സ്മിത നോക്കേ, അടുത്തത് സുബേർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ, അയൺ കോൺട്ര ചെയ്യാൻ എത്ര ക്യാപിറ്റൽ വേണം? അതായത് സ്മിതയുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് അയൺ കോൺട്ര. ഓക്കെ, അപ്പോൾ അയൺ കോൺട്ര ചെയ്യാൻ എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ് സുബേർ ചോദിച്ചിട്ടുള്ളത്. അതിനർത്ഥം എന്താ, സുബേറിന് ഇത് അറിയാം, സ്മിതക്ക് ഇത് അറിയില്ല, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സുബേറിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അയൺ കോൺട്ര ചെയ്യാനായിട്ട് ഹെഡ്ജറാണല്ലോ അയൺ കോൺട്ര. ഒരു കോള് അതിന് ഹെഡ്ജ് ചെയ്യും, ഒരു പുട്ട് അതിന് ഹെഡ്ജ് ചെയ്യും. അപ്രോക്സിമേറ്റ്ലി ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അയൺ കോൺട്ര ചെയ്യാൻ സാധിക്കും, ഒരു ലോട്ട് കേട്ടോ. ഗീവ് സം എൽബിൻ KG ചോദിക്കുന്നത്, ഗീവ് സം ക്ലാസ് ഫോർ FNO. FNOനെ കുറിച്ച് ക്ലാസ് Q&Aയിൽ എങ്ങനെ നൽകാൻ സാധിക്കും? നമ്മളത് റിജക്റ്റ് ചെയ്തു, അത് എടുത്തിട്ടില്ല. നമ്മുടെ അടുത്ത് വിരോധം തോന്നരുത്. കാരണം FNO എന്ന് പറഞ്ഞാൽ വലിയൊരു കടലല്ലേ. ഇതിൽ ഈ ഒരു ഡെറിവേറ്റീവിൽ ഈ ഒരു Q&Aയിൽ അതിൻ്റെ ക്ലാസ് നൽകുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ്, അല്ലാതെ താങ്കളുടെ ഒരു ചോദ്യം അത് നിലവാരമില്ലാത്ത ചോദ്യമായി അതുകൊണ്ടല്ല. ചോദ്യം നല്ലതാണ്, പക്ഷെ അതൊരു Q&Aയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വലിയ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. അതുപോലെ തന്നെ സലീം, ടാറ്റ ഇഫ് ടാറ്റ എത്തിക്കൽ ഫണ്ട് ഈസ് ഹലാൽ. എനിക്കറിയില്ല, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഹലാലാണോ ഹലാൽ എന്ന് പറയുന്നത് അതൊരു റിലീജിയസ് ആണോ എന്നുള്ളതിൻ്റെ ഒരു ടൈമാണ് ഹലാൽ. അത് എനിക്കറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഞാൻ പേഴ്സണലി അത് നോക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഉത്തരം. അപ്പോൾ അതും നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാളുകളുടെ വ്യൂ ആണ്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല. അതാണ് എൻ്റെ ഉത്തരം. ശരത് വിനോയ്, ഐ ഹാവ് മൾട്ടിപ്പിൾ STB വിത്ത് മീ ആൻഡ് I know they have 2.5% simple interest which is paid to us yearly, but I haven't seen in credit in my അതായത് അദ്ദേഹം STB മൾട്ടിപ്പിൾ STB വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 2.5% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പുള്ളിക്കറിയാം. അത് ബാങ്കിൽ വരുമെന്ന് പുള്ളിക്കറിയാം. പക്ഷേ എങ്ങനെ നോക്കണമെന്നുള്ളതാണ് അതായത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. മനസ്സിലാക്കേണ്ടത് 2.5% ഇൻട്രസ്റ്റ് STB നൽകുന്നത് ഇയർലി ആണ്. അതിൻ്റെ 1.25% 6 മാസം, 1.25% അടുത്ത 6 മാസം, ആ ഒരു രീതിയിലാണ് തരുന്നത്. നിങ്ങൾക്ക് ഞാനൊരു
ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. SGB ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. moneyset.com ബ്ലോഗ് SGB ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ്. താങ്കളുടെ SGB ഇവിടെ ഉണ്ടാവും. അതിൻ്റെ കൂപ്പൺ റേറ്റ് അതായത് 2.5 ഇതാണല്ലോ. റിഡംഷൻ ഡേറ്റ് പോട്ടെ, ഇൻട്രസ്റ്റ് കണ്ടോ ഇൻ 6 മന്ത്. അപ്പോൾ ഏതൊക്കെ ഡേറ്റ് ഏതാ കിട്ടുന്നത്? 21 ഓഗസ്റ്റും 21 ഫെബ്രുവരിയിലും. താങ്കളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ താങ്കൾ വാങ്ങിച്ചിട്ടുള്ള SGB ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഡേറ്റിന് കട്ടായം വരും. ആ ഡേറ്റിന് വന്നിട്ടുണ്ടാവും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. moneyset.com/blog/SGB-interest-payment-dates ഇത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. SGB ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ഡേറ്റ് കാണാൻ സാധിക്കും. ഇത് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശരത് ബിനോയുടെ. അത് SGB എന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ലംബായിട്ട് പോവും. SGB എന്ന് പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ടാണ് കേട്ടോ. നിതിൻ KP, വൈ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് മിഡ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട് ആർ നോട്ട് പോപ്പുലർ? നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ് ആണല്ലോ ആളുകൾ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യുന്നതും, അതിൽ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണ് കുറച്ചും കൂടിയും സേഫ് സോൺ ഉള്ള രീതിയിലാണല്ലോ ആളുകൾ നോക്കിക്കാണുന്നത്. ഈ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ 20% എല്ലാം തന്നെ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് പോകുന്ന സ്റ്റോക്കുകളാണ്. എന്നാൽ നിഫ്റ്റിയിലെ സ്റ്റോക്കുകളിൽ LC UC ഒന്നും പോകാറില്ല. അപ്പോൾ അതാണ് കൂടുതൽ ആളുകൾ ഇൻഡെക്സിനെ ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ ആ ഒരു ഗെയിൻ ഡയറക്റ്റ്ലി ഇൻഡെക്സിലാണല്ലോ റിഫ്ലക്ട് ചെയ്യുന്നത്. സഞ്ജയ്, ഹൗ ടു കാൽക്കുലേറ്റ് ഹോൾഡിംഗ് പീരീഡ് ഓഫ് സ്റ്റോക്ക് വിച്ച് ഐ ബോർഡ് ഇൻ സറോദ, ക്യാൻ യു എക്സ്പ്ലെയിൻ GDT? സറോദയിൽ നമ്മളുടെ ഹോൾഡിംഗ് ഒരുപാട് ആ ഹോൾഡിംഗ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ആ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കാണിക്കും. GDT എന്ന് പറഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗർ. താങ്കൾക്കൊരു സ്റ്റോക്ക് വാങ്ങണം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ്, ഉദാഹരണത്തിന് ഇപ്പോൾ HDFC ബാങ്ക് ട്രേഡ് ചെയ്യുന്ന എത്ര 1630 രൂപക്ക്. താങ്കൾക്ക് ഈ സ്റ്റോക്ക് വാങ്ങേണ്ടത് ഫോർ എക്സാമ്പിൾ 1612 രൂപക്കാണ് ഈ സ്റ്റോക്ക് വാങ്ങേണ്ടത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്താ കണ്ടീഷൻ? സ്റ്റോക്കിൻ്റെ പ്രൈസ് 1612 എത്തുമ്പോൾ വാങ്ങണം അല്ലേ? അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡറാണ് GDT, ഗുഡ് ടിൽ ട്രിഗർ. അപ്പോൾ അതിന് 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. എന്ന് വേണമെങ്കിൽ 1612 വരുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ സ്പീഡ് കൂട്ടാൻ അല്ലെങ്കിൽ ലംബയായിപ്പോൾ രാജീവ്, സർ ഐ ഡു ത്രൂ ICC ഡിമാറ്റ് അക്കൗണ്ട്. നോ ഐ ക്യാൻ സെൽ ദ ഷെയർ ഓൺലി ആഫ്റ്റർ ദ 2 days ഓഫ് പർച്ചേസ്. എർലിയർ ഐ ഹേർഡ് ദിസ് ഡിലേ വിൽ ബി റിമൂവ്ഡ്. അതെ, സ്റ്റിൽ അത് താങ്കൾ T2 daysിൽ കഴിഞ്ഞതിന് ശേഷം സെല് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, മാർജിൻ പെനാൽറ്റി, അതിനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലായിരിക്കും. നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകൾക്കല്ല, കുറച്ച് ലിക്വിഡിറ്റി കുറവുള്ള സ്റ്റോക്കുകൾക്ക് ഉണ്ടാവും. അടുത്തത് നരഫത്തലി, ഇൻട്രാഡേ എന്നാൽ എന്താണ്, അതിൻ്റെ ഗുണവും ദോഷവും വിവരിക്കാമോ? വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വാങ്ങിച്ച അന്ന് വിൽക്കുന്നതാണ്. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലിവറേജ് കിട്ടും. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 5x ലിവറേജ് കിട്ടും. ദോഷം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു വലിയ ഉത്തരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, ചെറിയ ഉത്തരമായിട്ട് പറയാൻ സാധിക്കും. വലിയ ഉത്തരമായിട്ട് ഒരു ചോദ്യം തന്നെ വലിയ ഉത്തരമായിട്ട് ഒരു മണിക്കൂർ എടുക്കുക എന്നുള്ള അതാണ് പ്രശ്നം. ശ്രീനിവാസ്, സാർ പ്ലഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ചാർജ് ഈടാക്കുന്നത്? അവധി ദിവസങ്ങളിൽ പ്ലഡ്ജ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ചാർജ് ഈടാക്കുന്നില്ലല്ലോ. അതായത് കൊളാട്രൽ മാർജിൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൊളാട്രലിന് ഈക്വലൻ്റ് ആയിട്ട് ക്യാഷ് കൊളാട്രലും കൂടി വെക്കുകയാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. അല്ലാതെ സ്റ്റോക്ക് പണയപ്പെടുത്തി അല്ലെങ്കിൽ MTF ഒന്നുമല്ല. പ്ലഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ അബ്സല്യൂട്ട്ലി നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം തന്നെ പ്ലഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷനോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ബയോ സെല്ലോ ചെയ്യാൻ സാധിക്കും. പക്ഷേ റൂൾ എന്ന് പറയുന്നത് 50% ക്യാഷ് കൊളാട്രൽ വെക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഇല്ല. സുജിത്ത്, കഴിഞ്ഞ 1.5 മാസമായി സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചോയ്സ് അദ്ദേഹം പറഞ്ഞത് 90% ബൈ ഓർഡറാണ്, 10% സെൽ ഓർഡർ ഉള്ളത്. എന്നാലും സ്റ്റോക്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏത് സ്റ്റോക്കാണ് ചോയ്സിൻ്റെ? നമ്മൾ ഈ ഒരു ഗൂഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ നിൽക്കുക. അതായത് ചോയ്സ് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഷെയർ പ്രൈസ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നില്ലാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്താണ്? ചോയ്സ് നോക്കാം എന്താ അവസ്ഥ. ചോയ്സ് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് ഡേ ക്യാൻഡിൽ അത് മൂവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നോക്കാം. സ്റ്റോക്ക് നല്ല ശക്തമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ഏതാ മാസം? ഈ മാസം മാർച്ച് മാസമല്ലേ? ഇതേതാണ് 2024 മാർച്ച് അല്ലേ?
2024 മാർച്ചിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ എത്രയാ 59% മൂവ് ചെയ്ത്. താങ്കൾ ഈ ഒരു ലെവലിലായിരിക്കും ബൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ ഫേസ് അല്ലേ, സ്റ്റോക്ക് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ലോങ് ടൈം ഫ്രെയിമിൽ നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, രാകേഷ് നിഫ്റ്റി ബീസ് എത്രത്തോളം റിസ്ക് ഉണ്ട്, ETF മാനേജ് ചെയ്യുന്ന നിപ്പോണിനെ കുറിച്ചാണ് ചോദ്യം. മനസ്സിലായി. ETF നിഫ്റ്റി ബീസ് മനസ്സിലായല്ലോ അല്ലേ, ETF ഫണ്ടാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. നിപ്പോണാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ETF നിപ്പോൺ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അത് എത്രമാത്രം സേഫ് ഉണ്ട് ആ ഒരു കമ്പനി. ആക്ച്വലി ഈ ഒരു നിപ്പോൺ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനിയാണ് കേട്ടോ. നിപ്പോൺ എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ക്വാർട്ടർ ടു ക്വാർട്ടറും അങ്ങനെയുള്ള അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വീക്ക് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ETF-ന് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് കമ്പനിയുടെ ആ ഒരു കമ്പനീനെ നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബെറ്റർ. എന്താണ്, നിഫ്റ്റി ബീസ് മാനേജ് ചെയ്യുന്ന നിപ്പോൺ എന്ന് പറയുന്ന കമ്പനി അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്, ചെക്ക് ചെയ്യുക. അപ്പോൾ ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ആണ്. സ്വാഭാവികമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇല്ലാത്തതാണ്. ഇനി നാളെ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലൊന്നും നിങ്ങൾ വിലയിരുത്തരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല, മാർക്കറ്റല്ലേ. എങ്കിലും ആസ് ഓഫ് നൗ നിഫ്റ്റി ബീസ്, ലിക്വിഡ് ബീസ്, ബാങ്ക് ബീസ്, IT ബീസ്, എല്ലാ എക്സ്ചേഞ്ച് ഫണ്ടുകളും ഇവരാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ബൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ. ഞാനും ബൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈറോസ്, ഹൗ ടു ഫൈൻഡ് എ ഗുഡ് IPO ഇൻ GMP, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൻ ബോർഡ് ആൻഡ് SME IPO? മെയിൻ ബോർഡ് എന്ന് വെച്ചാൽ NSE-ലും BSE-ലും ലിസ്റ്റഡ് ആവും. SME IPO എന്ന് വെച്ചാൽ NSE-ൽ മാത്രം ലിസ്റ്റഡ് ആവും. ഹൗ ടു ഫൈൻഡ് ഗുഡ് IPO? ഗ്രേ മാർക്കറ്റ് പ്രീമിയംസിലെല്ലാം തന്നെ IPO-നെ പറ്റിയൊക്കെ സജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ നോക്കുക എന്നുള്ളതാണ് ഉചിതം. ബിബിൻ, PE ആൻഡ് ROE നെഗറ്റീവ് ആണല്ലോ, എന്താണ്, ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കാൻ ഇതിൽ ഏതാണ് നോക്കേണ്ടത്? P എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏർണിംഗ് അല്ലേ, ROE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലേ. നെഗറ്റീവ് ആണെങ്കിൽ ഇതും ഓവർ വാല്യൂഡും തമ്മിൽ എന്താ ബന്ധം? ഓവർ വാല്യൂഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് RSI ആണല്ലോ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ് ROE നോക്കുന്നത്. പിന്നെ PE ഹയർ ആണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ട്, സ്റ്റോക്ക് കുറച്ചുകൂടി ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഓവർ വാല്യൂ എന്ന് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ RSI ആണ്. ഫണ്ടമെന്റലി യെസ്, അതെ, PE ഒരു ഫണ്ടമെന്റലാണ് ഓവർ വാല്യൂ എന്ന് നോക്കുന്നത്. പക്ഷെ അതിൻ്റെ PE ഹയർ ആണെന്ന് വിചാരിച്ച് സ്റ്റോക്ക് ഇടിയണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. PE ഹയർ ആയ സ്റ്റോക്കുകൾ വീണ്ടും കയറി പോകാറുമുണ്ട്. ഹിഷാൻ, മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് കറക്റ്റ് ടൈമിൽ സോഴ്സുകൾ, മണി കൺട്രോള്, CNBC, അങ്ങനെ ഒരുപാട് നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഹിസാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഗൂഗിൾ ചെയ്താൽ പോരെ എന്താണ് വെബ്സൈറ്റ് എന്നുള്ളത്. അതൊരു Q&A ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതല്ല Q&A ക്വസ്റ്റ്യൻ. ബിനു, while purchasing future contract, if the stock price decline, it's showing a negative balance in available fund. If my balance is 1 lakh, then I purchased any equity stock and I pledge that for future contract margin. I am using Zerodha. അദ്ദേഹം ഫ്യൂച്ചർ കോൺട്രാക്ട് പർച്ചേസ് ചെയ്തു, സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻ ആയിട്ടുണ്ട് അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൊളാട്രൽ മാർജിൻ കുറയും. 1 lakh ആണ്, then can I purchase any stock, equity stock and pledge that for future contract margin? അതെ, ചെയ്യാം. ഇത് ഈ ഒരു ഡെറിവേറ്റീവിലെ കൊളാട്രൽ മാർജിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ബിനുവിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്, മിനുവിന് മനസ്സിലാവുന്നുണ്ട്, അത് ഭാഗ്യം. അതായത് ബിനു, ഈ ഒരു താങ്കൾ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്ക് അത് ഇടിഞ്ഞു, കൊളാട്രൽ കുറഞ്ഞല്ലോ, ആ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ കൊളാട്രൽ മാർജിൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. വേറെ ഫണ്ട് കൊണ്ട് സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് പ്ലെഡ്ജ് ചെയ്യുമ്പോൾ കൊളാട്രൽ മാർജിൻ ആഡ് ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പർട്ടിക്കുലർ ആ സ്റ്റോക്ക് ഇടിഞ്ഞത് കൊണ്ട് കൊളാട്രൽ മാർജിൻ ഇടിഞ്ഞിട്ടുണ്ടല്ലേ, അതൊന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമ്മുടെ ഫണ്ടിലേക്ക് നോക്കുക. ഫണ്ട് ബാലൻസ് മൈനസ് ആകരുത് എന്നുള്ളതാണ് സെറോദയിൽ നിയമം. ഫണ്ട് ബാലൻസ് എന്താവരുത്, മൈനസ് ആവരുത്. സ്റ്റോക്ക് ഇടിഞ്ഞത് കൊണ്ട് കൊളാട്രൽ മാർജിൻ ഇടിഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ. വേറെ സ്റ്റോക്ക് ബൈ ചെയ്ത് അതിനെ പ്ലെഡ്ജ് ചെയ്യുക, അതിനൊരു സമയം എടുക്കും, 2 ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുക. ആ സ്റ്റോക്ക് കയറി കഴിയുമ്പോൾ പതിയെ പാർഷ്യലി സ്റ്റോക്ക് ബൈ ചെയ്ത് അതിനെ പ്ലെഡ്ജ് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതല്ലെങ്കിൽ ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഷാനവാസ്, ക്യാൻ യു സജക്ട് വിച്ച് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്ന കമ്പനീസ് റിസൾട്ട്? NSE-ലുണ്ട്, കമ്പനിയുടെ വെബ്സൈറ്റിലുണ്ട്, മറ്റേ ഇപ്പോൾ ബ്രോക്കറിങ് ആപ്പുകളിലുണ്ട്, അപ്സ്റ്റോക്കിലുണ്ട്, എല്ലാ അവരും കൊടുക്കുന്നുണ്ട്. ഓൺ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ്, വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ കമ്പനി റിസൾട്ട്, ലൈക്ക് നെറ്റ് സെയിൽ, നെറ്റ് പ്രോഫിറ്റ്?
അതെ. ഓൺ ട്രേഡിംഗ് ബേസിസ് വിച്ച് ഈസ് എ ഫണ്ടമെന്റൽ ഫാക്ടർ. അതെ. നമ്മുടെ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയറും റിസൾട്ടാണ് ഈ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയറും റിസൾട്ട് നോക്കണം കേട്ടോ. ബഷീർ, ഒരു സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഓപ്ഷൻ സിഇ വാങ്ങിച്ചാൽ ഡെലിവറി സമയത്ത് ഫ്യൂച്ചറിന്റെ പ്രീമിയം കഴിഞ്ഞ തുകയല്ലേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ പിയും. ഒരു സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഓപ്ഷനോ? ഫ്യൂച്ചർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വേറെ കോൺട്രാക്ട് ആണ്, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ കോൺട്രാക്ട് ആണ്. ഓക്കെ, സിഇ വാങ്ങിച്ചാൽ ഡെലിവറി സമയത്തിന്റെ ഫ്യൂച്ചറിന്റെ പ്രീമിയം കഴിഞ്ഞ തുകയല്ലേ കൊടുക്കുക. മനസ്സിലായില്ല? ഒരു സ്റ്റോക്കിന്റെ സിഇ ബൈ ചെയ്ത എന്താ, നമ്മൾ ബുള്ളിഷ് ആണ്, സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മുടെ വ്യൂ അല്ലേ. സ്റ്റോക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ സിഇയുടെ പ്രീമിയം കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇദ്ദേഹം ഇത് സിഇ ബൈ ചെയ്തതിന് ശേഷം ഇൻ ദ മണി പോവുകയാണെങ്കിൽ ഫിസിക്കൽ ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആലോചിക്കുക. ബഷീർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക, അതല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഡെലിവറിയിൽ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യാലോ. അറിയാതെ താങ്കൾ ഈ ഫ്യൂച്ചറൊക്കെ ബൈ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ ബൈ ചെയ്ത് ഇൻ ദ മണിയിലേക്ക് പോകുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയും ഒരാൾ കോൺടാക്ട് ചെയ്തു, 8 ലക്ഷം രൂപ വേണമായിരുന്നു അത് ഡെലിവറി എടുക്കാനായിട്ട്. അവസാനം പ്രശ്നമായി, ഒരുപാട് കാശ് പോയി. ശ്രീജ, സ്റ്റോപ്പ് ലോസ് വെച്ചാലും ചില സമയത്ത് അത് ഹിറ്റ് ആവാതെ ക്യാപിറ്റൽ മുഴുവൻ ഇല്ലാതായി പോകുന്നു, എന്തുകൊണ്ടാണ്? കറക്റ്റ് ആണല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ റിലയൻസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, 5 മിനിറ്റ് ക്യാനിൽ. റിലയൻസിലൊക്കെ പ്രശ്നമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, ആ സ്റ്റോപ്പ് ലോസിൽ ആ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുള്ളൂ. ചില സമയത്ത് ഈ ചില സ്റ്റോക്കുകളുടെയൊക്കെ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ഇവിടെ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിങ്. അത് പ്രൈസ് ട്രിഗർ ആയില്ലല്ലോ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രിഗർ ആവില്ല. സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഹെവി സെൽ ഓഫ് വരുമ്പോഴാണ് നമുക്ക് ട്രിഗർ ആകാത്തത്. ശ്രീജ. അന്ന തോമസ്, ബെസ്റ്റ് 2 ഇൻഡിക്കേറ്റർ ഫോർ ഓപ്ഷൻ ഇൻട്രാഡേ ബൈയിങ്. നല്ല ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ഇൻഡിക്കേറ്റർ ഏതാ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഏറ്റവും ബെറ്റർ ഇൻഡിക്കേറ്റർ. 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ മേജർ ആയിട്ടുള്ള സോണുകൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ ഒരു RSIയോ അല്ലെങ്കിൽ മാഗ്ഡിയോ മൂവിങ് ആവറേജ് ക്രോസ് ഓവറോ ഉപയോഗിക്കാം. മൂവിങ് ആവറേജ് ക്രോസ് ഓവർ 5-10 ഇൻട്രാഡേയിൽ ട്രൈ ചെയ്യുക എന്നുള്ളതാണുള്ളത്. റിയാസ്, വലിയ ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ആക്ഷൻ എന്താണ്? വൺ മാർക്കറ്റ് ഓപ്പൺ 9:15 ടേക്ക് എൻട്രി ഓർ ബൈ ഈസ് ഗുഡ് ഇഫ് വാട്ട് മാറ്റർ കെയർ സെൽഫ് ബിഫോർ എൻട്രി. മൈ ഡിമാറ്റ് അക്കൗണ്ട് ഹാവ് ബിലോ 1 lakh. ഐ ആം ട്രേഡിംഗ് ഡെയിലി. നോ ട്രേഡ് ഇൻട്രാഡേ ആൻഡ് FNO ഓൺലി ട്രേഡ് ഹോൾഡ് ഡെലിവറി സിസ്റ്റം. സ്വിംഗ് ട്രേഡ് ഐ ഡു ബിലോ പോർട്ട്ഫോളിയോ ആസ്ക് പ്ലഡ്ജ് ആൻഡ് സേവ്. വലിയ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. വാട്ട് ഈസ് പ്ലഡ്ജിങ്? അതിനിടയിൽ വാട്ട് ഈസ് ബെനിഫിറ്റ്, വാട്ട് പ്ലഡ്ജിങ് നെഗറ്റീവ്. നിങ്ങളിന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് പ്ലഡ്ജിങ്, അതിൻ്റെ പ്ലസ് എന്താണ്, അതിൻ്റെ മൈനസ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഒരു അസറ്റ് നമ്മുടെ ബ്രോക്കറിനെ പണയപ്പെടുത്തി ഫണ്ട് റൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലഡ്ജ് എന്ന് പറയുന്നത്. ആ കിട്ടിയ കാശിനെയാണ് നമ്മൾ കൊളാട്രൽ മാർജിൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് പാർട്ടൊന്നുമില്ല, കാരണം ഇത് ഫ്രീ ആണ്. ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് ഫ്രീ അല്ലേ, അതുകൊണ്ട് ഇതും ഫ്രീ ആണ്. അപ്പോൾ അത് ക്ലാരിറ്റി ആയെന്ന് വിചാരിച്ചിരുന്നു. ഇനി ആദ്യത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത്, പ്രൈസ് എങ്ങനെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത്, അതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ ആ ക്വസ്റ്റ്യൻ്റെ ഏകദേശം 90% കവർ ആയിട്ടുണ്ട്. അടുത്തിലേക്ക് സ്കിപ്പ് ആവട്ടെ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഒരേ സമയം ഒരു സ്റ്റോക്ക് ഇൻട്രാഡേ ആയും ലോങ് ടൈം ആയും ബൈ ചെയ്യാമോ? ഒരു സ്റ്റോക്ക് നമ്മൾ ഡെലിവറി ആയിട്ട് ബൈ ചെയ്താലും ആ ബൈ ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ പൊസിഷനിലാണ് കിടക്കുന്നത്. അതായത് എക്സിറ്റ് ചെയ്താൽ ഇൻട്രാഡേ ആവും അല്ലേ. അപ്പോൾ ഇൻട്രാഡേ ചെയ്താലും അത് കാശുണ്ടെങ്കിൽ ഡെലിവറി ആക്കാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രസക്തി ഇല്ല, നോ പ്രോബ്ലം. രജിത, MSCI ഗ്ലോബൽ ഇൻഡെക്സിനെ പറ്റി ഒന്ന്, രജിത തന്നെയല്ലേ ഒരു ചോദിച്ചേ? അത് ശ്രീജിയാണ്. ഓക്കെ. രജിത, ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡെക്സിനെ പറ്റി വിശദീകരിക്കും. RVNL സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയ ന്യൂസ്. മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സ് ആണ്, അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഈ ഒരു ഇൻഡെക്സിലേക്ക് ഇൻക്ലൂഷൻ നടത്തും. അങ്ങനെ ഇൻക്ലൂഷൻ നടക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റോക്കിലേക്ക് ഒരുപാട് ഫണ്ട് അലോക്കേഷൻ വരും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അതേ കൺസെപ്റ്റിലാണ് നമ്മൾ HDFC ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് ഈ ഇൻഡെക്സ് റീസ്ട്രക്ചർ ചെയ്തപ്പോൾ HDFC ബാങ്ക് 3% ഫോൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സ് ആണിത്. പൊട്ടൻഷ്യൽ ആയുള്ള സ്റ്റോക്കുകളെ ഈ ഒരു ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. അനീഷ്, പ്രീ മാർക്കറ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? റീറ്റെയിലേഴ്സിന് പ്രീ മാർക്കറ്റിൽ പങ്കെടുക്കാമോ? പ്രീ മാർക്കറ്റ് 9 തൊട്ട് ഒരു 9:15 വരെയുള്ള സമയത്താണ് AMO ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്.
റീറ്റെയിലേഴ്സിന് എം ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്സിക്യൂട്ട് ആവുന്നത് മാർക്കറ്റ് പ്രൈസിലാണ്. അതായത് 9.15 പ്രൈസിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. എംഒയിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തിടാം. സന്തോഷ് സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? GTT ഉണ്ടല്ലോ, സന്തോഷ് ഭായ്, GTT ഓർഡറിൽ നമുക്ക് ഈ ടാർഗറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം GTT എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. GTT സിയാദ് ഇത് കണ്ട, GTT ഓർഡർ ഇൻ സറോദ കിടക്കുന്നുണ്ട്. 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ട്, ചെക്ക് ചെയ്യുക. GTT ഓർഡറിൽ ചെയ്യാൻ സാധിക്കും. രതീഷ്, നിഫ്റ്റി ഈ ദിവസം മുകളിലേക്ക് താഴേക്ക് പോകുന്നു, എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ അവർ വലിയ പണക്കാരാവൂലേ? അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. എങ്കിലും ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നമ്മൾ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, investing.com നേരെ പോയതിന് ശേഷം നമ്മൾ രാവിലെയുള്ള ഏഷ്യൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്, US ഫ്യൂച്ചർ, ഇതിൻ്റെയൊക്കെ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതൊക്കെ അനുസരിച്ചായിരിക്കും നിഫ്റ്റി ട്രേഡ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഷുവർ ഷോർട്ടായിട്ടൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള നിയമമൊന്നും ഇല്ല. സുനിൽ, കമ്പനി ഡീലിസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡീലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഡേറ്റുകൾ അനൗൺസ് ചെയ്യും. വിറ്റ് ഒഴിവാക്കാം. കുറേ ആളുകളുടെ സ്റ്റോക്ക് പിന്നെ കാണാതെ പോകും, നമ്മുടെ ഹോൾഡിങ്സിൽ ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ ആ ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഒരു ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആക്കും. അത് ആഴ്ചയിൽ ഒന്നാവാം. അന്ന് പൂര സെല്ല് മാത്രമാണ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ആരും അത് എടുക്കില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരുപാട് ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പൊക്കെ വിറ്റ് ഒഴിവാക്കാൻ നോക്കാം. നമ്മൾ വിറ്റാൽ വീണ്ടും കൂടുന്നു, നമ്മൾ വാങ്ങിയില്ല, ആ സ്റ്റോക്കിൻ്റെ വില കൂടി. ഇത് എപ്പോഴും ഇതിൻ്റെ പ്രതിവിധി, ഇതിനൊക്കെ എന്ത് പ്രതിവിധി ഞാൻ പറയാനാണ് വേണുഗോപാൽജി. പക്ഷേ അദ്ദേഹത്തിന് 61 വയസ്സായി. അതുകൊണ്ട് എന്താ പറയുക, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദ്യത്തിൽ വിലക്കോശൊന്നും കാണുന്നില്ല. നമ്മളൊരു സ്റ്റോക്ക് വിറ്റാൽ അത് വീണ്ടും കൂടും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നതല്ലേ. നമ്മളൊരു സ്റ്റോക്ക് താങ്കൾ സ്റ്റോക്ക് വിൽക്കുന്നത് ആ സ്റ്റോക്കിൻ്റെ എപ്പോഴാണ് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങ് വിറ്റ് ഒഴിവാക്കും അല്ലേ. പക്ഷേ ആ സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അപ് ട്രെൻഡ് തുടങ്ങുന്നത്. അതായത് ഈ സ്റ്റോക്ക് താങ്കൾ ഇവിടെ വെച്ച് വാങ്ങിച്ചു, ഇവിടെ താങ്കൾ വിറ്റതിന് ശേഷം വീണ്ടും സ്റ്റോക്ക് പോകും. കാരണം എന്താ, ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയൊക്കെ വേണമെന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന് ശേഷം സ്റ്റോക്ക് പറക്കുക എന്നുള്ളതൊന്നും ഇല്ല മാർക്കറ്റിൽ. സ്റ്റോക്കിൻ്റെ പേരിന് ശേഷം സ്റ്റോക്ക് ചില ഇല്ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് കാണാം, ചില സ്റ്റോക്കുകൾ EQ എന്ന് കാണാം. അങ്ങനെ പല അബ്രിവേഷൻസ് ഒക്കെ കാണാറുണ്ട്. കർണാടക സർക്കാർ SBI തമ്മിലുള്ള ഔട്ട്കം എന്തായി? മൺഡേ മാർക്കറ്റിൽ ഫലിപ്പിക്കുക. ലെവലുകളൊന്നും നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. ഈ ഒരു ന്യൂസ് എനിക്ക് തോന്നുന്നു 15 ദിവസം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തീരുമാനം SBI ആയിട്ട് സഹകരിക്കേണ്ട എന്നുള്ള തീരുമാനം 15 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാനുള്ളൂ ഈ കാര്യമൊക്കെ. കർണാടക സർക്കാർ SBI എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് വരും. SBI കർണാടക ഇഷ്യൂ കണ്ട, 7 മണിക്കൂർ മുമ്പ് എന്താ, കർണാടക ഗവൺമെൻറ് ഹാൾട്ട് ഡയറക്റ്റ് സസ്പെൻഡ് ഡീലിംഗ് വിത്ത് SBI 15 ദിവസത്തൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് റിലേറ്റഡ് ന്യൂസ്. അതൊക്കെ വായിച്ചു നോക്കാം വിശദമായിട്ട്. വിനയ്, ഇൻ വിച്ച് ടൈം ഫ്രെയിം യൂസിങ് ഐഡൻറ്റിഫൈ ട്രെൻഡ് റിവേഴ്സൽ, വാട്ട് ഈസ് ദ ഒരു ചോദ്യം ചോദിക്കൂ ദയവ് ചെയ്ത്, 3 ചോദ്യം ചോദിക്കല്ലേ. വിച്ച് ഇസ് ദ ടൈം ഫ്രെയിം യൂസിങ് ഐഡൻറ്റിഫൈ ട്രെൻഡ് റിവേഴ്സൽ, what is the probability of finally acting candlestick chart pattern trend market without any indicator for different time frame MACD showing. ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് എല്ലാവർക്കും കരുതുന്നത്. അതായത് ഏത് ടൈം ഫ്രെയിമും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാഡേ ആണെങ്കിൽ കൂടിയും ആ സ്റ്റോക്കിന് 2 ടൈം ഫ്രെയിമിൽ നോക്കുക. മാക്ഡിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഒന്ന് 5 മിനിറ്റാണ് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നത്, ഒരെണ്ണം 15 മിനിറ്റിലാണ്. ഈ 5 മിനിറ്റിലും താങ്കൾ ഈ പറഞ്ഞിട്ടുള്ള മാക്ഡി ഉണ്ടല്ലോ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ മറ്റുള്ള ട്രെൻഡ് റിവേഴ്സലൊക്കെ 5 മിനിറ്റിലും 30 മിനിറ്റിലും നോക്കാം. 30 മിനിറ്റ് ഉണ്ടാവുന്ന ഒരു ബ്രേക്ക് ഔട്ട് എല്ലാം തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതായത് ലൈൻസ് താഴെ വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇത് 30 മിനിറ്റിലായതുകൊണ്ട് ഇതിനൊരു കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂടും. ഇത് തന്നെ 5 മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. 5 മിനിറ്റിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ 30 മിനിറ്റിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും
ടൈം ഫ്രെയിം ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. മാക്ഡി ആയിക്കോട്ടെ, സ്റ്റൊക്കാസ്റ്റിക് ആയിക്കോട്ടെ, RSI ആയിക്കോട്ടെ, മൂവിംഗ് ആവറേജ് കോസ്റ്റ് ആയിക്കോട്ടെ, സൂപ്പർ ട്രെൻഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, 2 ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. 5 മിനിറ്റും 30 മിനിറ്റും. സംസാരിച്ച് എനിക്ക് ശബ്ദമില്ലാതെ ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടോ, നമ്മളൊരു Q&A വെച്ച പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയും താഴേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ തൊട്ട് താഴേക്ക് എത്രയുണ്ട് ഇനി കൗണ്ട്? 38 എണ്ണം ഉണ്ട് ഇനിയും ക്വസ്റ്റ്യൻ. അതാണ് പ്രശ്നം. അത് ഇപ്പോൾ തന്നെ നമുക്ക് 40 മിനിറ്റ് ആയില്ലേ. സെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അപ്സ്റ്റോക്ക് ജെനുവിൻ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ ജെനുവിൻ ആവുമല്ലോ. അത് താങ്കൾ അത് ആ ഒരു അപ്സ്റ്റോക്ക് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ സെറോദ എന്നൊക്കെ പറയുന്ന ഒരു ട്രസ്റ്റഡ് ബ്രോക്കറാണ് ആസ് ഓഫ് നൗ. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ശശികുമാർ, നോർമലി സ്റ്റോക്ക് ആർ ഫേസ് വാല്യൂ 1, 2, 3, 10 ബട്ട് ഇറ്റ് ഈസ് ലേൺ ദാറ്റ് ഫ്യൂ സ്റ്റോക്ക്. ഈ ഫേസ് വാല്യൂ ഇത് നോമിനൽ വാല്യൂ ആണ്, നമ്മളുടെ ആയിട്ട് ബന്ധമുള്ള കാര്യമില്ലെങ്കിൽ കൂടി ഫേസ് വാല്യൂയുടെ ബേസിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആ ഒരു 10 രൂപ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വ്യത്യാസമുള്ളൂ. ഷംസുദ്ദീൻ, വാട്ട് ഈസ് ADR ആൻഡ് EDR, ഹൗ ടു വർക്കിംഗ് എഫക്റ്റ് ഇൻ മാർക്കറ്റ്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഗ്ലോബൽ റെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അവിടെ സ്റ്റോക്കുകൾ, ഇന്ത്യൻ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഇടിയാണെങ്കിൽ ഇവിടെ ഇടിഞ്ഞേക്കാം, അവിടെ കയറുകയാണെങ്കിൽ ഇവിടെ കയറിയേക്കാം എന്നുള്ളതാണ്. സന്ധ്യ, പ്ലീസ് ഡിസ്ക്രൈബ് ഇൻട്രാഡേ ട്രേഡിംഗ് ഷെയർ സെലക്ഷൻ. സന്ധ്യ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അതൊക്കെ ഒരു Q&Aയിൽ ഭയങ്കര ബൃഹത്തായിട്ട് പറയേണ്ടതാണ്. ഷാജി, JP അസോസിയേറ്റ് ബൈ ചെയ്തു, പോർട്ട്ഫോളിയോയിൽ കാണുന്നില്ലെങ്കിൽ മേ ബി അത് ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്രോക്കറായിട്ട് കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഒന്നിലധികം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. ഇതിലേതിലും അക്കൗണ്ട് അവസാനിപ്പിക്കാൻ ബ്രോക്കറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാനൊരു ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളാണ്. ഓപ്ഷൻ കോൺട്രാക്ട് സൈസ് കൂട്ടിയിട്ടില്ല, കൂട്ടുമ്പോൾ അറിയിക്കും, ബ്രോക്കർ അറിയിക്കുമല്ലോ. ഹീറോ മോട്ടോകോർപ്പിന് അഭിപ്രായം ഒന്നും എനിക്കറിയില്ല. ഹീറോ മോട്ടോകോർപ്പ് താങ്കളൊന്ന് പഠന വിധേയമാക്കുക. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒലാനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് പ്രത്യേക അഭിപ്രായം പറയാൻ പറ്റില്ല. ഇനി മനോജ് കുമാർ, വലിയ ചോദ്യമാണ്. ടാറ്റ കൺസ്യൂമർ റൈറ്റ് ഇഷ്യൂ എന്താണ്, എങ്ങനെ ബൈ ചെയ്യാം? റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർ സ്റ്റോക്ക് നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നതാണല്ലോ റൈറ്റ് ഇഷ്യൂ. അത് നമ്മൾ താങ്കൾ ഞാൻ പറഞ്ഞിട്ട് പോലെ തന്നെ ABC വഴിയോ നമുക്കത് ബൈ ചെയ്യാം. അത് കണ്ടിട്ടില്ലെങ്കിൽ ബ്രോക്കറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വില കുറച്ച് കൊടുക്കും സ്റ്റോക്ക്. മഹേഷ്, US മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ഇഫ് ആൻസർ ഇഫ് യെസ് വാട്ട് ദ ക്രൈറ്റീരിയ ദിസ് ഗ്യാപ്പ് ഡൗൺ ഈസ് ഇൻ US മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ? ഇഫ് ആൻസർ ഈസ് യെസ്, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് ദിസ് ഗ്യാപ്പ്? US മാർക്കറ്റ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ആകുന്നതിൻ്റെ ക്രൈറ്റീരിയ US മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈസ് അനുസരിച്ചല്ലേ. അത് ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും എന്താണ് റീസൺ? അതുപോലത്തെ എന്തെങ്കിലും റീസൺ ആയിരിക്കില്ലേ US മാർക്കറ്റിലുള്ളത്. നിതിൻ, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് സെലക്ട് സ്റ്റോക്ക് ബൈ ചെക്കിങ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് ഫണ്ടമെൻ്റൽ. സ്ക്രീനർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സ്ക്രീനർ, ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊന്ന് നോക്കാം കേട്ടോ. സ്ക്രീനർ ആരാണ്? നിതിൻ. രജിത് കുമാർ, വെയർ ടു ഗെറ്റ് ഡേറ്റ ഓർ കമ്മോഡിറ്റി ട്രേഡിങ്. MCX-ലുണ്ടല്ലോ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻഡെക്സ്. സ്റ്റോക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നതാണോ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതാണോ തമ്മിലുള്ള വ്യത്യാസം? മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ആ ഒരു ജോലി നമ്മളൊരു ഫണ്ട് മാനേജറെ ഏൽപ്പിക്കുകയാണല്ലോ. സ്റ്റോക്ക് താങ്കൾ തന്നെ വാങ്ങണ്ടേ, താങ്കളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്. അതാണ് വ്യത്യാസം. അനൂപ്, സാധാരണ ദിവസം മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എനിക്കറിയില്ല. മാർക്കറ്റ് കയറുമോ ഇറങ്ങുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ദീപു, DAS, ഇപ്പോൾ അനൂപിന് ഇപ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവും. ഇതാണ് ഈ ഒരു Q&Aയുടെ പ്രശ്നം. അതായത് സാധാരണ ദിവസം മാർക്കറ്റ് വ്യാപാരം ആവശ്യത്തിൽ ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക, മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളതാണല്ലേ. അപ്പോൾ അതായത് അനൂപ്, ഈ മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കില്ലേ. അന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് അല്ലേ, നിഫ്റ്റിയിലുള്ള മേജറായിട്ടുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ്, അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, എന്തെങ്കിലും ഈവൻറ്റ് വരാനുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ, അന്ന് എന്തെങ്കിലും എക്സ്പയറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്, അങ്ങനെ ഒരുപാട് എത്രയോ കാര്യങ്ങളുണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അല്ലേ. അപ്പോൾ അത് ഞാനൊരു Q&Aയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും അനൂപ്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പറ്റാത്തത്. ഈ Q&Aയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കിപ്പ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഒരു സന്ധ്യയുടെ സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു, എങ്ങനെ ഇൻട്രാഡേ സ്റ്റോക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ സന്ധ്യക്ക്
ഒരു ഒരു മാനസികമായിട്ടൊരു അകൽച്ച വരും ചാനലിനോട്. എൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലോ എന്നുള്ള അകൽച്ച വരും. അത് തന്നെയാണ് ഈ ഒരു Q&Aയുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളിത് എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം റിജക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും റിജക്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് ചെറിയൊരു ഹേർട്ട് ഫീലിംഗ് വരില്ലേ? അത് സ്വാഭാവികമാണ്. മനുഷ്യ സഹജമാണ്. പക്ഷേ അവർ മനസ്സിലാക്കണം നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ദീപു DFIA എന്തൊക്കെയാണെന്നുള്ളത് ദേ നമ്മുടെ ചാനലിൽ ഈ ഒരു കാര്യം DIA FIA ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ DIA FIA എന്താണെന്നൊക്കെ ഉള്ള വാട്ട് ഈസ് DIA വാട്ട് ഈസ് FIA DIA മലയാളം വിശദമായിട്ടുണ്ടല്ലോ അല്ലേ? ദേ കോട്ടൊക്കെ ഇട്ട് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അതൊന്ന് നോക്കാമോ പ്ലീസ്? അനസ് മുബാറക്ക് പ്രവാസിയാണ്. നാട്ടിൽ വന്നു, ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങി, വീണ്ടും ഗൾഫിൽ പോയി. PS വേണം. PS ചെയ്യുന്നതാണ് ഉചിതം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, PS ചെയ്യുന്നതാണ് നിയമം. മിഥുൻ, വാട്ട് ഹാപ്പൻ വെൻ ഐ ബൈ സ്റ്റോക്ക് നോട്ട് ഇൻ മാർക്കറ്റ് പ്രൈസ്? നോ മാർക്കറ്റ് പ്രൈസ്. ഒല 133. വെൻ ഐ ചൂസ് ബൈ ഡെലിവറി ഷോസ് 135 BSE. വിച്ച് ബൈ വാട്ട് സ്റ്റോക്ക് പ്രൈസ്? ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് സാരാംശം BSEയിലും NSEയിലും സ്റ്റോക്കിന് പ്രൈസ് വ്യത്യാസമുണ്ട്. എന്താണല്ലേ അത്? BSE ലിക്വിഡിറ്റി കുറവായിരിക്കാം അല്ലേ, വോളിയം കുറവായിരിക്കാം, അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ്. ഈ ഡിവൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഫണ്ടിലും അഭിപ്രായം, താങ്കളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അത്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് താങ്കൾ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് താങ്കൾ തന്നെ അത് നോക്കേണ്ടത്. നമ്മൾ അഭിപ്രായം പറയാനൊന്നും പറ്റില്ല. ഇന്ന് 100 രൂപ വിലയുള്ള സ്റ്റോക്ക് 95 രൂപ ഒരു വർഷത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് വിചാരിക്കും. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 90 രൂപക്കാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുമോ? ഇല്ല. അതായത് ഇത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ വായിച്ച് എനിക്ക് ബുദ്ധിമുട്ടായി. ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവണമെങ്കിൽ ആ പ്രൈസിലൂടെ ആ ക്യാൻഡിൽ പോയാൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഈവൻറ്റ് സ്റ്റോക്കുകൾ ബാധിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ ഈവൻറ്റ് എവിടെ വരും എന്നുള്ളതാണ്. ഈവൻറ്റ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടല്ലോ, bismate.com. അതിൽ ഗ്ലോബൽ ഈവൻറ്റ് എന്നുള്ള ടാബ്, ഗ്ലോബൽ ഈവൻറ്റ്, നമ്മൾ വിശദമായിട്ട് ഗ്ലോബൽ ഈവൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗ്ലോബൽ ഈവൻറ്റ് കണ്ടോ, ഗ്ലോബൽ ഈവൻറ്റ് ഉണ്ട് ഇവിടെ. അത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, നോക്കാം. ഡെസ്പൈറ്റ് അച്ചീവിങ് ഗുഡ്, നല്ല റിസൾട്ട് ആണെങ്കിലും സ്റ്റോക്ക് ഇടിയുന്നതിന് കാരണം ആ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെ സെൽ ഓഫ് ആയിരിക്കാം. മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുമ്പോൾ ക്യാഷ് കിട്ടാൻ എത്ര ടൈം എടുക്കും? മ്യൂച്വൽ ഫണ്ട് 3 ദിവസം കൊണ്ട് കിട്ടുമല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ആണ് വരുന്നത്. മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് വരും കേട്ടോ. വിബിതയുടെ എന്തോ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എടുത്തിട്ടില്ല. ജിംഷാദ്, ഡെലിവറി ചെയ്യുന്നതിനേക്കാൾ ബ്രോക്കറേജ് ഏറ്റവും കുറവ് സറോദ അപ്സ്റ്റോക്ക് പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് വിബിത. ഇൻട്രാഡേ ചെയ്യുന്ന ദിവസം സെല്ല് ചെയ്തില്ലെങ്കിൽ ക്യാഷ് നഷ്ടപ്പെടുമോ? ഇൻട്രാഡേ അതേ ദിവസം സെല്ല് ചെയ്തില്ലെങ്കിൽ ബ്രോക്കറേജ് എക്സ്ട്രാ ആവും എന്നുള്ളതാണുള്ളത്. ഡിവിഡൻഡ് എത്ര ദിവസം മുമ്പ് കിട്ടുന്നത്? ഇത് ഈ ഡിവിഡൻഡ് അല്ലേ, ഇതൊക്കെ നമ്മൾ സ്റ്റോക്കിൽ ഡിവിഡൻഡ് എന്ന് നമ്മുടെ ചാനൽ, ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ ചാനലുണ്ടോ, ഡിവിഡൻഡ് എന്താണ് ഡിവിഡൻഡ്, വാട്ട് ഈസ് ഡിവിഡൻഡ് മലയാളം, ഇത് വിശദമായ ഡിവിഡൻഡിനെ കുറിച്ച് എന്താണ് XJD അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആ വീഡിയോ കാണണ്ടോ. എന്താണ് ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ, ഏറ്റവും നടക്കാൻ ഫണ്ടമെൻ്റൽ ഡേറ്റ എന്തൊക്കെയാണ്, അത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. പ്ലേ സ്റ്റോറിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് കാണാം. നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് കാണാനായിരിക്കാം, ഇവിടെ മിക്കവാറും ഉണ്ടാവും. ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്ലേലിസ്റ്റ് ഉണ്ട് ഈ ഒരു സൈറ്റിൽ. നമ്മളെ PE റേഷ്യോ, RS, നമ്മളെ PE, EPS, അതല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, സ്വാഭാവികമായിട്ടും അതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൊയ്തു, ഷോർട്ട് ടേമിൽ കിടക്കാൻ പോകുന്ന മൂവിങ് ആവറേജ് ടൈം പീരീഡുകൾ എന്താണ്? മൂവിങ് ആവറേജ് ടൈം പീരീഡ് 50, 20, 10, അതല്ലെങ്കിൽ 10, 5 അങ്ങനെയുള്ള ടൈം പീരീഡുകളൊക്കെ സ്വിംഗ് ട്രേഡ് ചെയ്യാറുണ്ട്. ആൽബർട്ടിൻ്റെ എന്തോ ഷെൽ കമ്പനി എന്തോ അത് നമ്മൾ എടുത്തിട്ടില്ല. മൊയ്തു, അതായത് ആൽബർട്ട് ചോദിക്കുന്നത് ഡസ് ഇന്ത്യൻ കമ്പനി ഫോം ഷെൽ കമ്പനി ഓഫ്ഷോർ ആൻഡ് ആക്ട് ആസ് FIE? അത് ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അത് തെറ്റായിരിക്കാം. നമ്മളൊന്നും അങ്ങനെ ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. വിപിൻ, ഇക്വിറ്റി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് മുതലാണെന്നുള്ളതാണ്.
ബാക്കിയുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. സംസാരിച്ചേ ബുദ്ധിമുട്ടായി. ഈ വിപിൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഡേയുടെ പിറ്റത്തെ ദിവസം മുതൽ തന്നെ അത് ആപ്ലിക്കബിൾ ആവും കേട്ടോ. താങ്ക് യു ഓൾ.